Dear students, this year we are going to study the following viral diseases. They are Nipah, AIDS, hepatitis, dengue fever and chikungunya. Nipah, AIDS, hepatitis, dengue fever, ചിക്കൻഗുനിയ പോലെയുള്ള ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഈ വർഷം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതെല്ലാം ഏത് ഡിസീസാണ്? വൈറൽ ഡിസീസാണ്. വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാണ്. നിപ്പയെക്കുറിച്ച് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ലിനി എന്ന മാലാഖയെക്കുറിച്ച് അല്ലെ, ലിനി എന്ന ഒരു നേഴ്സ് നിപ്പ രോഗികളെ ട്രീറ്റ് ചെയ്തത് വഴി ഈ നിപ്പ വൈറസ് അവരുടെ ശരീരത്തിൽ കടക്കുകയും അങ്ങനെ മരണത്തിന് വിധേയമാകുകയും ചെയ്തു. അപ്പോൾ നിപ്പ എന്ന് പറയപ്പെടുന്നത് ഒരു ഫേറ്റൽ ഡിസീസാണ്, മരണത്തിന് കാരണമാകുന്ന ഡിസീസാണ് അല്ലേ. ഇതൊരു വൈറൽ ഡിസീസുമാണ്, മരണത്തിന് കാരണമാകുന്ന ഒരു വൈറൽ ഡിസീസാണ് നിപ്പ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരള ഗവൺമെൻറ് വളരെയധികം ശക്തമായ നടപടിയിലൂടെ, നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നടപടിയിലൂടെ നമുക്ക് നിപ്പ വൈറസിനെ നിയന്ത്രിക്കാനായി എന്ന് ഒരു അഭിമാനകരമായ കാര്യമാണ്. ഓക്കെ, ദെൻ നിപ്പ വൈറസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാറ്റ് വഴിയാണ് നിപ്പ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടർ ആരാണ്? ബാറ്റാണ്. കൂടാതെ ഇവിടെ വേറെ അനിമലിനെ കൂടെ കാണുന്നത് പിഗും നിപ്പ വൈറസിൻ്റെ വെക്ടറാണ്. എങ്ങനെയാണ് ഇത് മനുഷ്യൻ്റെ എത്തുന്നത് നമുക്ക് നോക്കാം. റിമൈൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബാറ്റ്സ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ റിമൈൻസ് മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് നിപ്പ വൈറസ് കയറാം. മറ്റൊന്ന് സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റിൻ്റെ സലൈവയോ യൂറിനോ ഹ്യൂമനുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നിപ്പ വൈറസ് വരാം. എല്ലാ ബാറ്റിൻ്റെ അല്ല, നിപ്പ വൈറസ് ബോഡിയിലുള്ള ബാറ്റിൻ്റെ സലൈവയോ യൂറിനോ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ വരാം. ഈ രണ്ട് രീതിയിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ വരാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ ബാറ്റ് കഴിച്ച ഫ്രൂട്ട്സിൻ്റെ റിമൈൻസ് പിഗ് കഴിക്കുകയാണെങ്കിൽ പിഗിൻ്റെ ബോഡിയിൽ ഈ വൈറസ് വരും. ആ പിഗിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, നമ്മൾ പിഗ് ഇറച്ചിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തേക്കും ഈ വൈറസ് കയറാം. അതുപോലെ തന്നെ പിഗിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ, അവരുടെ ശരീരത്തേക്ക് ഇതൊക്കെ വരാം. കൂടാതെ സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ്, ഇത് പിഗുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിഗിൽ നിന്നും മനുഷ്യനിലോട്ട് വരാം. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബാറ്റ് എന്ന വെക്ടറും സെക്കൻഡറി വെക്ടറായിട്ട് നമുക്ക് ആരെ എടുക്കാം? പിഗും എടുക്കാം. രണ്ട് നാച്ചുറൽ വെക്ടേഴ്സ് വഴി ഹ്യൂമൻ ബോഡിക്കകത്ത് എൻട്ര് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു രീതി എന്താണ്? മനുഷ്യനിലോട്ടും നിപ്പ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് നിപ്പ കേസുകൾ ഉണ്ടായത്. ഓക്കെ, നമുക്കിവിടെ പാത്തജൻ ആരാണ്? അഫ്കോഴ്സ് നിപ്പ വൈറസ് ആണ് നിപ്പ എന്ന അസുഖം ഉണ്ടാക്കുന്ന പാത്തജൻ. അടുത്ത വെക്ടേഴ്സ് ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞാണ് ആരൊക്കെയാണ്? ബാറ്റും പിഗുമാണ് അല്ലെ, നാച്ചുറൽ വെക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ്? റിമൈൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബാറ്റ്സ്, സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ് ആൻഡ് പിഗ്, ഹ്യൂമൻ ടു ഹ്യൂമൻ അല്ലേ. ബാറ്റോ പിഗോ, ബാറ്റ് കഴിച്ച എന്താണ് ഫ്രൂട്ടിൻ്റെ റിമൈൻസ് വഴിയോ അല്ലെങ്കിൽ സലൈവ യൂറിൻ വഴി മനുഷ്യനിലോട്ട് വരാം. കൂടാതെ പിഗ് ബാറ്റ് കഴിച്ച ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴിയോ പിഗിൻ്റെ ബോഡിയിൽ ബാറ്റിൻ്റെ സലൈവ ആൻഡ് യൂറിൻ കോണ്ടാക്റ്റ് വരുന്നത് വഴിയും പിന്നെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലോട്ടും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? അഫ്കോഴ്സ് ലങ്സ് ആൻഡ് ബ്രെയിൻ എന്ന ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ സിംറ്റംസ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നീർവീക്കമുണ്ട്, ബ്രെയിൻ അല്പം വലുതാകുക, സ്വലൻ ചെയ്യുക അല്ലേ. അത് കാരണം എന്ന് വെച്ചാൽ ഈ വൈറസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ്? ഫീവർ, ഹെഡേക്ക് അല്ലേ, പനി, തലവേദന. ദെൻ ഡ്രൗസ്നെസ് ഒരു സ്ലീപ്പി നേച്ചറാണ്, നമ്മൾ മടി പിടിച്ചിരിക്കത്തില്ലേ, എപ്പോഴും ഉറക്കമായിരിക്കും, ഒരു ആക്റ്റീവ് അല്ല. ദെൻ ഡിസ്ഓറിയൻറ്റേഷൻ, നമുക്ക് പ്രോപ്പർ സെൻസേഷൻ ഉണ്ടാകില്ല, അതാണ് ഡിസ്ഓറിയൻറ്റേഷൻ. പിന്നെന്താണ്? മെൻ്റൽ കൺഫ്യൂഷൻ. അപ്പോൾ ഇതെല്ലാം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ബ്രെയിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഒരു മെൻ്റൽ കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്ക് പ്രോപ്പർ സെൻസേഷൻ ഉണ്ടാവില്ല, നമുക്ക് ഒരു ഉറക്കം മടി പിടിച്ചതുപോലെ ഇരിക്കും. ഇത്തരം സിംറ്റംസ് ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. ഇനി സിവിയർ ആയിക്കഴിഞ്ഞാൽ ഇത് കോമ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. 24 to 48 hours എന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസത്തിനിടയിൽ തന്നെ ഈ ഇൻഫെക്റ്റഡ് പേഴ്സൺ എന്തായിട്ട് മാറുന്നു? കോമ സ്റ്റേജിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ട്രീറ്റ്മെൻറ്റ്, ഇന്ന് വരെ ഒരു സ്പെസിഫിക് ഡ്രഗ് ഫോർ നിപ്പ വാസ് നോട്ട് ഡിസ്കവേർഡ്.
നിപ്പ അസുഖത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു വൈറസ് ഇന്നുവരെ ഡ്രഗ് കണ്ടെത്തിയിട്ടില്ല. അതുപോലെ വാക്സിനും കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ നിപ്പ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് മറ്റു വൈറസുകളെ കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസ് ഇവർക്ക് കൊടുത്തും സിംറ്റത്തിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുത്താണ് നമ്മൾ നിപ്പ എന്ന ഡിസീസിനെ കൺട്രോളിലാക്കിയത്, ഈ വൈറസിനെ കൺട്രോളിൽ ആക്കിയത്. നിപ്പ എന്ന ഡിസീസിനായിട്ടുള്ള സ്പെസിഫിക് ഡ്രഗോ വാക്സിനോ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അത് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, പിന്നെ പ്രിവെൻഷൻ, നമുക്ക് എങ്ങനെ ഇത് തടയാം, നിപ്പ വൈറസിനെ എങ്ങനെ തടയാം? നിപ്പ വൈറസ് ഇൻഫെക്ഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ അവോയ്ഡിങ് എക്സ്പോഷർ ടു സിക്ക് പിഗ്സ് ആൻഡ് ബാറ്റ് ഇൻ എൻഡമിക് ഏരിയ ആൻഡ് നോട്ട് ഡ്രിങ്കിങ് റോ ഡേറ്റ് പാം സാപ്പ് എക്സെട്ര. അല്ലേ? അപ്പോൾ നിപ്പ വൈറസ് ഉള്ള പിഗുമായിട്ട് ബാറ്റുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. അല്ലേ? പിഗിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് തറയിൽ വീണ് കിടക്കുന്നത് കഴിക്കാതെ ഇരിക്കുക. അതാണ് ഇവിടെ ഡ്രിങ്കിങ് റോ ഡെഡ് പാം സാപ്പ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ ഒരു അർത്ഥത്തിലെടുത്താൽ മതി. നമ്മൾ വഴിയിലെ മരങ്ങളുടെ താഴെ വീണ് കിടക്കുന്ന ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കുക. അഥവാ ഈ ഇൻഫെക്റ്റഡ് ബാറ്റ് കഴിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ബാറ്റും പിഗുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വിട്ടു നിൽക്കുക. ചുമയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? തൂവാലകൾ ഉപയോഗിച്ച് ചുമയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിപ്പ വൈറസിൽ നിന്നും രക്ഷ നേടാം. ഓക്കെ, താങ്ക് യു.